അമേരിക്കയും ചെവിയിൽ നുള്ളിക്കോളൂ. ഗാസയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് ആഫ്രിക്കയിലേക്ക് ഓടിക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ആയുധം താഴെ വെച്ച അതേ ഹമാസ് വീണ്ടും ആയുധമെടുക്കാൻ മടിക്കില്ല. ദരിദ്ര രാജ്യങ്ങളിലേക്ക് ഫലസ്തീൻ ജനതയെ പറഞ്ഞയച്ച് അവരുടെ മണ്ണിൽ സ്വർഗം പണിയുമെന്ന് പറഞ്ഞ ട്രംപിന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാകാത്ത പണി അവർ കൊടുത്തിരിക്കും. അമേരിക്കയുടെ ഏത് തോന്നിവാസത്തിനും കൂട്ടിരിക്കുന്ന ഇസ്രയേലിനും ഇത് തന്നെയാണ് അവസ്ഥ. ഹമാസും അറബ് ലോകവും എല്ലാം കണ്ട് കയ്യും കെട്ടിയിരിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. എന്താണ് സംഭവം നമുക്ക് നോക്കാം. ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗാസ മുനമ്പിൽ നിന്ന് പലായനം ചെയ്ത ഫലസ്തീൻ അഭയാർത്ഥികളെ ഒന്നാകെ ആഫ്രിക്കയിലേക്ക് മാറ്റാൻ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഗൂഢനീക്കം നടക്കുകയാണ്. ഇതിനായി US 3 ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. സുഡാൻ, സൊമാലിയ, സൊമാലിലാൻഡ് എന്നീ ദരിദ്ര രാജ്യങ്ങളുമായിട്ടാണ് അമേരിക്കൻ പ്രതിനിധികൾ ആശയവിനിമയം നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ദാരിദ്ര്യത്തിന്റെ സമവാക്യമായി പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കാണ് പാവം ഫലസ്തീൻ ജനതയെ കുടിയൊഴിപ്പിക്കാൻ അമേരിക്കയും ഇസ്രയേലും തീരുമാനിച്ചിരിക്കുന്നത്. ഗാസ ഞാനെടുത്ത് പകരം അതിസുന്ദരമായ പ്രദേശം നിങ്ങൾക്ക് തരുമെന്ന ട്രംപിന്റെ വാക്ക് കിലോമീറ്ററുകൾ എത്രയോ താണ്ടി എത്തിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കാണ്. ആദ്യഘട്ടത്തിൽ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഫലസ്തീൻ ജനതയെ മാറ്റി പാർപ്പിക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. ഈജിപ്ത് അമേരിക്കയുമായി മികച്ച സൗഹൃദം പുലർത്തുന്ന രാജ്യമായിരുന്നിട്ട് പോലും ഫലസ്തീൻ ജനതയെ രാജ്യം സ്വീകരിക്കണമെന്ന അമേരിക്കയുടെ തീരുമാനത്തെ എതിർത്ത് രംഗത്തെത്തുകയായിരുന്നു. ഫലസ്തീനികളെ അപ്പാടെ കുടിയൊഴിപ്പിച്ച് ഗാസയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ അറബ് രാജ്യങ്ങളടക്കം അതിശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതിനിടെയാണ് ഫലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് ആഫ്രിക്കയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. അതീവ ഗൗരവതരമായ നിയമപ്രശ്നങ്ങളും ധാർമ്മിക പ്രശ്നങ്ങളും ഉണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നിട്ടും ട്രംപ് തന്റെ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം റിപ്പോർട്ടുകൾ. എല്ലാത്തിനും കൂടെ നിൽക്കുന്നതോ അമേരിക്കയുടെ ഉറ്റ ചങ്ങാതി ഇസ്രയേലും. 20 ലക്ഷത്തോളം ഫലസ്തീൻകാരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ വീടും നാടും നഷ്ടമായി അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നത്. ഇവരെയാണ് എന്നേക്കുമായി സ്വന്തം മണ്ണിൽ നിന്നും പറിച്ചെറിയാൻ ട്രംപ് ശ്രമിക്കുന്നത്. US-ന്റെ ഈ നിർദ്ദേശം തള്ളിക്കളഞ്ഞുവെന്ന് സുഡാൻ ഭരണകൂടം അറിയിച്ചതായി AP റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്തരം സംഭാഷണങ്ങളൊന്നും നടന്നിട്ടില്ലെന്നാണ് സൊമാലിയയുടെയും സൊമാലിലാൻഡിന്റെയും നിലപാട്. ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്രവും ആഭ്യന്തര കലാപങ്ങൾ കാരണം ഏറ്റവും അപകടം പിടിച്ചതുമായ രാജ്യങ്ങളാണ് സുഡാനും സൊമാലിയയും. അതിൽ നിന്ന് ഭിന്നിച്ചുണ്ടായ സൊമാലിലാൻഡും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു മാസം മുൻപാണ് ഈ രാജ്യങ്ങളുമായി അമേരിക്കയും ഇസ്രയേലും രഹസ്യ സംഭാഷണങ്ങൾ ആരംഭിക്കുന്നത്. വലിയ സാമ്പത്തിക സഹായവും സുരക്ഷാ സഹകരണവും നയതന്ത്ര പിന്തുണയും എല്ലാം വാഗ്ദാനം ചെയ്താണ് ഈ രാജ്യങ്ങൾക്കുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയത്. 5 വർഷം മുൻപ് ഇസ്രയേലും 4 അറബ് രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സഹകരണ കരാർ, അതായത് എബ്രഹാം അക്കോർഡ്സ് യാഥാർത്ഥ്യമാക്കാനും ഇതേ രീതിയാണ് ട്രംപ് അവലംബിച്ചിരുന്നത്. വൈറ്റ് ഹൗസോ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഒഴിപ്പിക്കൽ ചർച്ചകളെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഇസ്രയേൽ ധനകാര്യമന്ത്രി ബെസലേൽ സ്ട്രോംലിറ്റ്സ് ചർച്ചകളുടെ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫലസ്തീൻ ജനതയെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വലിയ ഒരു കുടിയേറ്റ പദ്ധതി ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം തയ്യാറാക്കി വരികയാണെന്നും ബെസലേൽ സ്ഥിരീകരിച്ചു. ഫലസ്തീൻ ജനത സ്വമേധയാ കുടിയേറുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഈ വാദം ഗാസയിലെ ഫലസ്തീൻ ജനത തള്ളിക്കളയുകയായിരുന്നു. ട്രംപിന്റെ ഗാസാമോഹം കേട്ട ഉടനെ തന്നെ അറബ് രാജ്യങ്ങളിൽ നിന്നും വലിയ തരത്തിലുള്ള എതിർപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഫലസ്തീനികളെ കുടിയിറക്കാതെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതി ഉടൻ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ സുഹൃത്തും അമേരിക്കയിൽ നിന്ന് ഇപ്പോഴും ധനസഹായം കൈപ്പറ്റുന്ന ഈജിപ്താണ് എന്നത് അറബ് വികാരത്തോട് ചേർത്ത് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. ഇതോടെ ഗാസ മുനമ്പ് ഏറ്റെടുത്ത് അവിടെ താമസിക്കുന്ന എല്ലാ ഫലസ്തീനികളെയും പുറത്താക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി പൊളിഞ്ഞു എന്നാണ് കേട്ടത്. ഗാസയിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്ന ഫലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുക്കാത്ത പക്ഷം ജോർദാനും ഈജിപ്തിനുമുള്ള സഹായം തടഞ്ഞുവെക്കുമെന്നും ഓവൽ ഓഫീസിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് ഭീഷണിയും മുഴക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പ്രതികരണവുമായി ഈജിപ്ത് രംഗത്തെത്തിയത്. ഗാസ ഏറ്റെടുത്ത് അവിടെ താമസിക്കുന്ന എല്ലാ ഫലസ്തീനികളെയും പുറത്താക്കി മിഡിൽ ഈസ്റ്റിന്റെ ഒരു പുനരുജ്ജീവന കേന്ദ്രമാക്കി വികസിപ്പിക്കാനുള്ള തന്റെ പദ്ധതി നടപ്പിലാക്കാൻ ട്രംപ് ശ്രമം നടത്തുന്നതിനിടെയാണ് ഈജിപ്തിന്റെ ഈ പ്രഖ്യാപനം വന്നത്.
ഗാസ ഫലസ്തീനുകളുടെ മാതൃരാജ്യമാണെന്നും അവരെ അവിടെ നിന്ന് പുറത്താക്കരുതെന്നുമായിരുന്നു അറബ് ജനത ഒന്നാകെ എടുത്ത ഒരു തീരുമാനം. ഈ പശ്ചാത്തലത്തിൽ ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായി സഹകരിക്കുമെന്നും ഫലസ്തീൻ ജനത അവരുടെ മാതൃരാജ്യത്ത് തുടരുകയും അവരുടെ നിയമാനുസൃതവും നിയമപരവുമായ അവകാശങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിനായുള്ള സമഗ്രമായ ഒരു പദ്ധതി അവതരിപ്പിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രംപിന്റെ പദ്ധതിയും അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണയും പ്രഖ്യാപിച്ചതോടെ ദുരാഷ്ട്ര പരിഹാരം എന്ന പദ്ധതി നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായി വന്നില്ല. തന്റെ പദ്ധതി പ്രകാരം ഗാസയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന പലസ്തീനികളെ ഈജിപ്തും അതുപോലെ ജോർദാനും ഏറ്റെടുക്കണമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വ്യോമാക്രമണത്തിലും കരയുദ്ധത്തിലും തകർന്ന മണ്ണാണ് ഗാസ. ഗാസയിലെ എല്ലാ കെട്ടിടങ്ങളുടെയും 92% നശിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. ഗാസ പുനർനിർമ്മിക്കാൻ 10 മുതൽ 15 വർഷം വരെ എടുത്തേക്കാമെന്നാണ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരുന്നത്. വടക്കൻ ഗാസയിലേക്ക് ഫലസ്തീനികൾ തിരികെ എത്തുന്നത് തടയാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേൽ. ഫലസ്തീനികളെ തടയാനായി ഷെല്ലിങ്ങും വെടിവെപ്പും നടക്കുന്നുമുണ്ടായിരുന്നു. ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നത് തടയാൻ ശ്രമിക്കുന്നുവെന്നും ഹമാസ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിക്കുക, ഗാസയിലെ ആശുപത്രികൾക്കും മറ്റും വേണ്ട അടിയന്തര സഹായം തടയുക, വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്ന ഫലസ്തീനികൾക്ക് നേരെ ആക്രമണം നടത്തുക, രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് വിഘാതം സൃഷ്ടിക്കുക എന്നീ കരാർ ലംഘനമാണെന്നും ഹമാസ് സൈനിക വിഭാഗമായ അൽഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ ഒരിക്കൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗാസയിലെ സമീപകാല സംഘർഷത്തിനു ശേഷം അമേരിക്കയും ഇസ്രയേലും ഗാസയിലെ 2 ദശലക്ഷത്തിലധികം നിവാസികളെ സുഡാൻ, സൊമാലിയ, സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കായ സോമാലിലാൻഡ് എന്നിവയുൾപ്പെടെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശിച്ചത് ഇതിനോടകം തന്നെ വലിയ ചർച്ച ആയിട്ടുണ്ട്. മേഖലയിലെ ടൂറിസവും സാമ്പത്തിക വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗാസയെ ഒരു മെഡിറ്ററേനിയൻ റിവിയേറ ആക്കി മാറ്റുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം പോലും. എന്നിരുന്നാലും ഈ പദ്ധതികൾക്ക് കാര്യമായ എതിർപ്പാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ഫലസ്തീനികളുടെ പുനരധിവാസത്തെക്കുറിച്ചുള്ള ചർച്ചകളെ സുഡാൻ പൂർണ്ണമായും നിരസിക്കുകയാണ് ചെയ്തത്. അത്തരം നിർദ്ദേശങ്ങളിൽ അവർക്ക് താല്പര്യമില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതുപോലെ സൊമാലിയ, സൊമാലിലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഏതെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചിട്ടുമില്ല. നിയമപരവും ധാർമ്മികവുമായ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര സമൂഹം ഈ നിർദ്ദേശത്തെ വ്യാപകമായി അപലപിച്ചിട്ടുണ്ട്. ജനങ്ങളെ നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണെന്നും വിമർശകർ ഉന്നയിച്ചു. ഫലസ്തീൻ നേതാക്കൾ ഈ ആശയം പൂർണ്ണമായും നിരസിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കുടിയിറക്കപ്പെട്ടവർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്നതിനായി ഗാസയിലെ പുനർനിർമ്മാണ ശ്രമങ്ങൾക്ക് വേണ്ടിയാണ് അവർ വാദിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ഈ കുടിയിറക്കം ഫലസ്തീൻ ജനതയ്ക്ക് ദോഷകരമാണെന്നും ഇത് മുഴുവൻ അറബ് ലോകത്തിന് തന്നെ അപമാനകരമാണെന്നും മുഴുവൻ അറബ് ജനതയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഈ വിഷയം അംഗീകരിച്ചു കൊടുക്കാൻ അറബ് ജനതയ്ക്ക് സാധിച്ചുവെന്ന് വരില്ല. അതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഫലസ്തീൻ ജനതയോട് കാണിക്കുന്ന ഐക്യദാർഢ്യം തന്നെയാണ്. ഈജിപ്ത്, ജോർദാൻ, അറബ് ലീഗ് തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഫലസ്തീനികളുടെ സ്വയം നിർണായകാവകാശം, സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നിവയുൾപ്പെടെയുള്ള അവകാശങ്ങളെ വളരെ കാലമായി പിന്തുണച്ചവരാണ്. ഗാസയിലെ ജനങ്ങളെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ഈ തത്വങ്ങളുടെ ലംഘനമായിട്ടാണ് അവർ കാണുക. ഫലസ്തീൻ ലക്ഷ്യം ഉപേക്ഷിക്കുന്നതും ഫലസ്തീൻ പരമാധികാരത്തോടുള്ള അവരുടെ ദീർഘകാല പ്രതിബദ്ധതയെ ദുർബലപ്പെടുത്തുന്നതിനായി കണക്കാക്കുന്നതിനാൽ അറബ് സർക്കാരുകൾ പദ്ധതി നിരസിക്കാനുള്ള സാധ്യത ഏറെയാണ്. രണ്ടാമത്തെ കാര്യം ആതിഥേയ രാജ്യങ്ങൾക്കുള്ള അതൃപ്തി തന്നെയാണ്. ഗാസയിലെ ജനസംഖ്യയെ മാറ്റിപ്പാർപ്പിക്കാനായി നിർദ്ദേശിക്കപ്പെട്ട സുഡാൻ, സൊമാലിയ, സൊമാലിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ വിമുഖതയുടെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട്. സുഡാൻ ഈ ആശയം പൂർണ്ണമായി നിരസിച്ചു. അതേസമയം സൊമാലിയയും സൊമാലിലാൻഡും യാതൊരു പങ്കാളിത്തവും നിഷേധിക്കുകയോ നിസ്സംഗത പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യം, സംഘർഷം, അസ്ഥിരത എന്നിവയുൾപ്പെടെ സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഈ രാജ്യങ്ങൾ ഇത്രയും വലിയൊരു കൂട്ടം കുടിയിറക്കപ്പെട്ട ആളുകളെ ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി മൂന്നാമത്തത് നിയമപരവും ധാർമ്മികവുമായ പ്രശ്നങ്ങളാണ്. ഒരു ജനതയെ നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം കാര്യമായ നിയമപരവും അതുപോലെ തന്നെ ധാർമ്മികവുമായ ആശങ്കകളും ഉയർത്തുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ, പ്രത്യേകിച്ച് സംഘർഷ മേഖലകളിലെ സിവിലിയന്മാരെ സംരക്ഷിക്കുന്ന ജനീവ കൺവെൻഷനുകളുടെ ലംഘനമായിട്ട് കാണാൻ കഴിയും. ഒരു ജനതയെ മുഴുവൻ നിർബന്ധിച്ച് മാറ്റിപ്പാർപ്പിക്കുന്നത് വംശീയ ഉന്മൂലനം, മനുഷ്യാവകാശ ലംഘനം, യുദ്ധക്കുറ്റം എന്നിവയായും കണക്കാക്കാം. ഫലസ്തീനികളെ നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കൽ ഉൾപ്പെടുന്ന ഏതൊരു പദ്ധതിയെയും അറബ് രാജ്യങ്ങൾ ചെറുക്കാൻ സാധ്യതയുമുണ്ട്. നാലാമത്തത് അന്താരാഷ്ട്ര സമ്മർദ്ദമാണ്.
ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള അവകാശത്തെ നിരന്തരം പിന്തുണച്ചിട്ടുണ്ട്. ഫലസ്തീനികളെ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം അറബ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഐക്യരാഷ്ട്രസഭയും അതുപോലെ വിവിധ മനുഷ്യാവകാശ സംഘടനകളും അത്തരമൊരു നടപടിയെ ശക്തമായി എതിർത്ത് രംഗത്തെത്തുകയും ചെയ്യും. ഇനിയാണ് ഈ മേഖലയിൽ അമേരിക്കയും ഇസ്രയേലും നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളിയെക്കുറിച്ച് പറയുന്നത്. 4. ഹമാസിന്റെ പ്രതികരണം. ഗാസ മുനമ്പ് ഭരിക്കുന്ന തീവ്രവാദി ഫലസ്തീൻ രാഷ്ട്രീയ സംഘടനയായ ഹമാസ് ഗാസയിലെ ജനങ്ങളെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പുനരധിവസിപ്പിക്കാനുള്ള ഏതൊരു നിർദ്ദേശവും നിരസിക്കാനുള്ള സാധ്യതയേറെയാണ്. ഫലസ്തീൻ ലക്ഷ്യത്തോടും ഫലസ്തീനികളുടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള അവകാശത്തോടും ഇസ്രയേലി അധിനിവേശത്തെ ചെറുക്കുന്നതിനുള്ള അവരുടെ പ്രതിബദ്ധത സംഘടന നിരന്തരം ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഗാസയിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുക എന്ന ആശയം ഫലസ്തീനികളുടെ പരമാധികാരത്തിനും സ്വയം നിർണയ അവകാശത്തിനും നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായിട്ട് ഹമാസ് കാണും. അങ്ങനെയെങ്കിൽ ആയുധം താഴെ വെച്ച ഹമാസ് വീണ്ടും അതെടുക്കാനുള്ള സാധ്യത ഏറെയാണ്. ഹമാസിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഗാസയിൽ നിന്ന് ജനങ്ങളെ കുടിയിറക്കാനുള്ള ഏതൊരു തീരുമാനവും ഫലസ്തീൻ പ്രതിരോധത്തിന്റെയും അതുപോലെ തന്നെ ദേശീയതയുടെയും ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. ഫലസ്തീൻ സ്വത്തം ഇല്ലാതാക്കാനും ഇസ്രയേലിന്റെ നേട്ടത്തിനായി പ്രദേശത്തെ ബലപ്രയോഗത്തിലൂടെ പുനർനിർമ്മിക്കാനുമുള്ള ശ്രമമായി അവർ അത്തരമൊരു നിർദ്ദേശത്തെ കാണും. ദുരാഷ്ട്ര പരിഹാരം പോലുള്ള ഫലസ്തീനികളുടെ അവരുടെ മണ്ണിലേക്ക് മടങ്ങാൻ അനുവദിക്കാത്ത പരിഹാരങ്ങളെ ഹമാസ് ചരിത്രപരമായി എതിർത്തത് നമുക്കറിയാവുന്നതാണ്. അവ അവരുടെ അവകാശങ്ങൾ ദുർബലപ്പെടുത്തുന്ന വിട്ടുവീഴ്ചകളായിട്ടാണ് അവർ കാണുന്നത്. ഹമാസിന്റെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവുമായ നിലപാട് കണക്കിലെടുക്കുമ്പോൾ ഗ്രൂപ്പ് ഏതൊരു പുനരധിവാസ പദ്ധതിയെയും ശക്തമായി നിരസിക്കാനുള്ള സാധ്യതയേറെയാണ്. പകരം ഈ സംരംഭത്തെ എതിർക്കാൻ പ്രാദേശിക ജനതയെയും വിശാലമായ അറബ് ലോകത്തെയും അണിനിരത്തുന്നതിലാണ് ഹമാസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഫലസ്തീനികളെ ബലപ്രയോഗത്തിലൂടെ കുടിയിറക്കാനുള്ള വിശാലമായ സയനിസ്റ്റ് പാശ്ചാത്യ ശ്രമത്തിന്റെ ഭാഗമായി ഇതിനെ രൂപപ്പെടുത്തുകയാണ് ഉണ്ടാവുക. എന്തായാലും ഈ ഒരു ശ്രമത്തിലൂടെ, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഫലസ്തീൻ ജനതയെ കുടിയൊഴിപ്പിക്കാനുള്ള അമേരിക്കയുടെയും അതുപോലെ ഇസ്രയേലിന്റെയും ശ്രമങ്ങളെ ശക്തമായിട്ട് എതിർക്കാൻ ഹമാസ് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു യുദ്ധത്തിനുള്ള സാധ്യത പോലും വിളിച്ചു വരുത്തുന്ന ഈ ശ്രമങ്ങൾ അമേരിക്കയും ഇസ്രയേലും ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്, എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.